കുതിരയ്ക്ക് വെള്ളത്തിലൂടെ നീന്താനുള്ള കഴിവുണ്ട്. അതും അതിജീവനത്തിന്റെ ഭാഗമായി അത്യാവശ്യ ഘട്ടങ്ങളിലാണ് കുതിര നീന്തുന്നത്. എന്നാൽ യജമാനനെ പുറത്തു കയറ്റി പതിവായി പുഴയിലൂടെ നീന്തുന്ന ഒരു കുതിരയുണ്ട് കോഴിക്കോട്ട്. നടനും കലാസംവിധായകനുമായ തോട്ടുമുക്കം സ്വദേശി ടിൻസ് തോമസും കുതിരയായ ദാവൂസും തമ്മിലുള്ള ചങ്ങാത്തമൊന്ന് കണ്ടുവരാം. ഓടും കുതിര, ചാടും കുതിര, വെള്ളം കണ്ടാൽ നിൽക്കും കുതിര. പക്ഷേ ടിൻസിന്റെ ഈ ദാവൂസ് വെള്ളം കണ്ടാലും നിൽക്കില്ല, അങ്ങ് നീന്തിക്കളയും. കുതിരേനെക്കുറിച്ച് പൊതുവെ എല്ലാവരും പറയുന്നൊരു കാര്യമാണ്, കുതിര വെള്ളത്തിലൂടെ നീന്തിയല്ല കരയിൽ കൂടെ പോകാറുള്ളൂ എന്ന്. പക്ഷേ നമ്മുടെ കുതിര വെള്ളത്തിലൂടെയൊക്കെ നീന്തും. കാരണം കുതിരയ്ക്ക് പൊതുവെ വെള്ളത്തിലൂടെ നീന്താനുള്ളൊരു കഴിവുണ്ട്. പക്ഷേ ആളുകൾക്ക് അതറിയില്ല. നിലവിൽ ഞാൻ ഇപ്പോൾ ഒരു പുഴയുടെ അടുത്ത് തന്നെയാണ് എൻ്റെ വീടുള്ളത്. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ രാവിലെ പുഴയിലൊക്കെ പോകും. അവൻ തീറ്റ തിന്നുന്നതും പുഴയിൽ തന്നെയാണ്. പുഴയിൽ ഓടയുടെ ഇലയും അവിടെ നിൽക്കുന്ന പുല്ലുകളൊക്കെ അവൻ തിന്നാറുണ്ട്. അപ്പോൾ രാവിലെ ഇറങ്ങിയാൽ വൈകുന്നേരം ആയാലും ആശാന കയറി പോരുന്നതിന് യാതൊരു ബുദ്ധിമുട്ടുമില്ല. അതുവരെയൊക്കെ നിൽക്കും. വെള്ളത്തിലൂടെ നീന്താനും ഒക്കെ ഭയങ്കര ഇഷ്ടമാണ്. വെള്ളം ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ വെള്ളത്തിലൂടെ തന്നെ പല രീതിയിലുള്ള പരിശീലനം കൊടുക്കാറുണ്ട്. അതുപോലെ തന്നെ ഒരു വട്ടം ഒരു കാര്യം പറഞ്ഞു കൊടുത്താൽ മതി, പെട്ടെന്ന് മനസ്സിലാകാതെ അക്സെപ്റ്റ് ചെയ്യും. ഇപ്പോൾ ഞാൻ ഓരോ ഷൂട്ടിങ്ങിന് വേണ്ടിയിട്ടൊക്കെ കൊണ്ടുപോകാറുണ്ട്. അപ്പോൾ 1-2 സിനിമകളിൽ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ തന്നെ ഒരു പടം വരുന്നുണ്ട്. അപ്പോൾ അതിലൊക്കെ അഭിനയിക്കുന്നുണ്ട്. അപ്പോൾ അതിനനുസരിച്ച് ഓരോ ഷോട്ടുകൾ നമ്മൾ പറയുമ്പോൾ അതുപോലെ ചെയ്യാറുണ്ട്. അതായത് സാധാരണ നമ്മുടെ ഇവിടുത്തെ ഈ തെങ്ങുംതോപ്പ്, അതുപോലെ കമുകൻ തോട്ടം, സാധാരണ നിറഞ്ഞ ഏത് കാട്ടിൽ കൂടെയും റബ്ബർ തോട്ടത്തിൽ കൂടെയൊക്കെ ഏത് രീതിയിലും ഇപ്പോൾ റബ്ബർ തോട്ടത്തിലൊക്കെ പോകുമ്പോൾ പറയും റബ്ബറിൻ്റെ ഒക്കെ ഇടയ്ക്കൂടെ വേണം പോകാൻ. അപ്പോൾ കറക്റ്റ് കൺട്രോൾ ചെയ്ത് പോകുമ്പോൾ ഞാൻ ഇപ്പോൾ കൺട്രോൾ ചെയ്തില്ലെങ്കിൽ പോലും ഞാൻ മുകളിൽ ഇരുന്നാൽ മതി. അവൻ അതിനനുസരിച്ച് നല്ല റോഡ് നോക്കിയിട്ട് കൊടുക്കും. ചില സ്ഥലത്തൂടെയൊക്കെ ചിലപ്പോൾ കുഴികളൊക്കെ ഉണ്ടാവും. അപ്പോൾ ആ കുഴികളൊക്കെ ഒഴിവാക്കി തന്നെ ഇവനത് നോക്കി തന്നെ നിൽക്കും. അതുപോലെ തന്നെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് നമ്മുടെ ഇവിടുത്തെ കൊച്ചു കുട്ടികളൊക്കെ ഈ താവൂസിന് ഭയങ്കര ഇഷ്ടമാണ്. അവരൊക്കെ വന്നിട്ട് മുകളിൽ കയറി ഇരുന്നാൽ കുട്ടികളിപ്പോൾ ആരെങ്കിലും വന്നപ്പോൾ നമ്മൾ പെട്ടെന്ന് കണ്ടില്ല. പെട്ടെന്നൊരു കുട്ടി വന്നിട്ട് എൻ്റെ ചെറിയ കുട്ടിയൊക്കെ അവനിപ്പോൾ 4.5 വയസ്സുള്ളൂ. അവനൊക്കെ ചില സമയത്ത് പോയിട്ട് കൂട്ടി കയറി അവൻ്റെ കാലിലൊക്കെ പോയി പിടിക്കും. അപ്പോൾ കുട്ടികൾ അവനെ പോയി തൊട്ട് കഴിഞ്ഞാൽ ആ സ്പോട്ടിൽ അവൻ അവിടെ ഫ്രീസ് ആവും. അവനവിടുന്ന് കാലനക്കിയല്ല. കാരണം അവനറിയാം കുട്ടികളാണെന്ന് അറിയാം. അപ്പോൾ അങ്ങനെ ഒരു വിവേചന ബുദ്ധി ചില സമയത്ത് നമുക്ക് തോന്നും, ഇത് മൃഗമാണോ എന്ന് തന്നെ നമുക്ക് തോന്നും. എൻ്റെ കുട്ടികളെ നോക്കുന്നവൾ തന്നെയാണ് നോക്കുന്നത്. നമ്മുടെ വീട്ടിലൊരു അംഗമാണ്. എൻ്റേതെന്ന് പറഞ്ഞ് വീട്ടിൽ നിർത്തുന്ന കുട്ടികളെ എപ്പോഴും നോക്കുന്ന കുതിരയാണ് ദാവൂസ്. ദാവൂസും ടിൻസും പൊളിയാണ്. ടിൻസ് എന്ത് പറഞ്ഞാലും ദാവൂസ് കേൾക്കും. ഈ ഗ്രാമത്തിൻ്റെ കണ്ണിലുണ്ണിയാണ് ദാവൂസ്. കോഴിക്കോട് നിന്ന് വീഡിയോ ജേർണലിസ്റ്റ് മകേഷ് കുമാറിനൊപ്പം റിപ്പോർട്ടർ സിനോജ് തോമസ്, ഇന്ന് റിപ്പോർട്ടർ.